Alhamdulillahi Rabbil Alameen. Nahmadullah wa nasta'inuhu wa nastahdihi wa nastaghfiruh wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. Wa ashhadu an la ilaha illallah wahdahu la sharika lahu خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. صدق الله സദഖല്ലാഹു മൗലാന അലിയുൽ അലീം. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്താനും തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും അതർഹിക്കുന്ന ഗൗരവത്തിലും കണിശതയിലും നിങ്ങളെയും എന്നെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അവരുടെ പ്രവർത്തന ഫലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്തെ 2 ആയത്തുകളാണ് ഖുത്ബയുടെ ആമുഖമായി ഓതിയത്. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുമെന്ന് കരുതുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. പക്ഷെ അതേസമയം ആ പ്രതീക്ഷകൾക്കൊപ്പം അവർ വെച്ചു പുലർത്തേണ്ടുന്ന ചില തത്വദീക്ഷകളെക്കുറിച്ച്, അവരുടെ ജീവിതവുമായി ഒത്തുപോകേണ്ടുന്ന ചില മര്യാദകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹ് പറയാം, ഖുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കൂ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ഈ ലോകത്തെ ഏറ്റവും നഷ്ടകരമായി പണിയെടുത്തത് ആരാണ് എന്ന് നാം അവർക്ക് അറിയിച്ചു തരട്ടെയോ? അവരൊരുപാട് പണിയെടുത്തിരിക്കുന്നു, പക്ഷെ പണിയെടുത്തതെല്ലാം നഷ്ടത്തിലാണ്, വെള്ളത്തിലായി പോയിരിക്കുന്നു. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, കാരണം അവർ പണിയെടുത്തതൊക്കെ വഴിപിഴച്ച രീതിയിലാണ്, തെറ്റായ രീതിയിലാണ്, അതൊക്കെയും തെറ്റിപ്പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, പക്ഷെ അതിശയകരമായ കാര്യം, വഹും യഹ്സബൂന, അവർ കരുതുന്നത് അവരെക്കുറിച്ച്,
അന്നഹും യുഹ്സിനൂന സുൻആ, വളരെ ഉഷാറായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത് എന്നാണ്. ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാണ്, അള്ളാഹുവെ കണ്ടുമുട്ടുമെന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചവരാണ്. ഫഹബിത്വത്ത അഅ്മാലുഹും, അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ അമലുകളും അത് വീർത്ത് പൊട്ടിപ്പോയി. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് അവരെ എത്തിച്ചു. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ അവരുടെ അമലുകൾക്ക് തൂക്കമുണ്ടാകില്ല എന്ന ഒരു മുന്നറിയിപ്പ്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവരുടെ അമലുകൾക്ക് തൂക്കമില്ലാതെ വരുന്നു. ഇത് അശ്രദ്ധ കൊണ്ട് വരുന്നതാണ്. മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ അമലുകൾ അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാരണമാകുമ്പോൾ തന്നെ ആ അമലുകൾക്ക് ദ്വാരം വീണ് നാളെ അവർ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. ഖിയാമത്ത് നാളിൽ മനുഷ്യനിങ്ങനെ എത്തിപ്പെടുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് സൂറത്ത് ഖാഫിൽ വേറൊരു ആയത്തിലൂടെ അത് പറയുന്നുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ എന്ന, നിങ്ങളുടെയൊക്കെ പ്രശ്നം, നിന്റെ പ്രശ്നം ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിത്വാഅക, അശ്രദ്ധ മാറുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്, നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിലേക്ക് പതിക്കാൻ ചെന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ ദാരുണമായ അവസ്ഥയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹ് പറയുന്നു, നാളെ അവിടെ വെച്ച് മനുഷ്യർക്ക് അശ്രദ്ധ മാറി ശ്രദ്ധ വരുമെന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധകമാകാൻ സാധ്യതയുള്ളൊരു കൂട്ടർ ഒരുപക്ഷെ അമലുകൾ ചെയ്ത് പ്രതിഫലം ആഗ്രഹിക്കുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടു വിചാരത്തിന് അർഹതയുള്ള, അതല്ലെങ്കിൽ എന്തുകൊണ്ടും നമ്മളെ അതിന് ബാധ്യസ്ഥരാക്കേണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് യാന്ത്രികമായി പോകുന്നുവോ, അതല്ല നമ്മൾ അറിഞ്ഞതിലേക്ക് ശ്രദ്ധയോടുകൂടി നമ്മൾ എഫേർട്ടുകൾ, നമ്മുടെ ശ്രമങ്ങൾ ഇടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഏതോ ഒരു സ്വാഭാവികതയിൽ ഒരുപക്ഷെ നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ആശ്വസിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഒരു അധിക ശ്രദ്ധ ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ മനുഷ്യർക്ക് അങ്ങനെ തടസ്സമാകുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതി നഷ്ടപ്പെടുത്തി കളയുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യവും അശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്നാമതായി പറയുന്നത് ഉറക്കത്തെക്കുറിച്ചാണ്. രണ്ടാമതായി പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. മൂന്നാമത്തേത് വിനോദത്തെക്കുറിച്ചാണ്. ഈ 3 വസ്തുക്കളുടെയും 3 സംഗതികളുടെയും പ്രത്യേകത എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭക്ഷണം അനുവദനീയമായൊരു കാര്യമാണ്. ഉറക്കം നിർബന്ധവും മനുഷ്യ ജീവിതത്തിന് അനിവാര്യവുമായ കാര്യമാണ്. വിനോദമാകട്ടെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമായ അളവിൽ തന്നെ ഈ ലോകത്ത് മനുഷ്യർക്ക് ഹറാമുകളിൽ നിന്ന് അകന്നുള്ള വിനോദങ്ങളും വിശ്വാസിക്കുണ്ട്. പക്ഷെ ഈ 3 കാര്യങ്ങളും വിശ്വാസിയെ അശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതിലൊന്നാമത്തെ നിങ്ങൾ എടുക്കുക, അത് ഭക്ഷണത്തെ നിങ്ങൾ എടുക്കുക. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് മൻകാന ഹമ്മുഹു മാ യദ്ഖുലു ഫീ ബത്നിഹി ഫഖീമതുഹു മാ യഖ്റുജു മിൻ ബത്നിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൻകാന ഹമ്മുഹു, ഒരാളുടെ ഹമ്മ് എന്ന് പറഞ്ഞാൽ
ഒരാൾക്ക് ഏത് സമയവും അയാളെ നയിക്കുന്ന വല്ലാത്തൊരു ഉത്കണ്ഠയെക്കുറിച്ചാണ് അറബി ഭാഷയിൽ ഹമ്മ് എന്ന് പറയുക. അതായത് അയാളുടെ ഹമ്മ് അതാണ്. ഒരാളുടെ ഹമ്മ് മാ യദ്ഖുലു ഫീ ബത്നിഹി, കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. അയാൾ രാവിലെ എഴുന്നേറ്റാൽ എന്ത് ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതെന്ന് രാവിലെ തന്നെ ആലോചിക്കുക. ഉച്ചയായാൽ രാത്രി എന്താണ് കഴിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക. ഭക്ഷണം കഴിക്കണം തീർച്ചയായിട്ടും, പക്ഷെ അയാളുടെ ഹമ്മായി തീരുന്നു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹമ്മ് കുറേ ഭക്ഷണം കഴിക്കുക എന്നതായി തീർന്നാൽ ഫഖീമതുഹു, അവൻ്റെ വില, അവൻ്റെ മൂല്യം മാ യഖ്റുജു മിൻ ബത്നിഹി, അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു പോകുന്ന വസ്തുവിന് സമമാണ് എന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷണത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും വിനോദത്തിൻ്റെയും പൊതുവായ പ്രത്യേകത? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇതിൻ്റെ എൻഡിങ് പോയിന്റും, ഇത് തുടങ്ങാനും ഒടുക്കാനും മറ്റൊരാൾക്ക് നമ്മളോട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നീ എത്ര ഉറങ്ങണം, നീ എത്ര ഭക്ഷണം കഴിക്കണം, നീ നിന്റെ ജീവിതത്തിൽ എത്ര ഉല്ലസിക്കണം, ഇത് ഈ ലോകത്ത് പടച്ചോനും നമ്മളോട് പറഞ്ഞു തരൂല, നമ്മളുടെ കൂടെയുള്ളവരും പറഞ്ഞു തരില്ല, നമ്മളോട് എത്ര ഗുണകാംക്ഷയുണ്ടെന്ന് കരുതുന്ന ആളും നമ്മളോട് ഉപദേശിച്ച് തന്നിട്ടും നാം അതിനെക്കുറിച്ച് ശ്രദ്ധ പുലർത്താത്തിടത്തോളം കാലം ജീവിതത്തിൽ ഒരടി പോലും അതിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഭക്ഷണം എത്ര കഴിച്ചോളാനുമാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറയാം. ഇന്ന് കാര്യമൊക്കെ ഉണ്ട്, കുറച്ചും കൂടി കഴിച്ചോളി എന്ന് പറയാം. ഉമ്മ പറയുക, അതല്ലെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുക, വീണ്ടും കഴിച്ചോളി എന്നാണ് പറയുക. ഉറക്കം, രണ്ടാമത്തെ കാര്യം ഉറക്കമാണ്. ഏറ്റവും നമ്മളോട് താല്പര്യമുള്ള ഒരാൾ, ഇനി നമുക്ക് ഉറക്കം എന്നുള്ളത് വജഅൽനാ നൗമക്കും സുബാത്ത, ഈ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യകരമായ ഒരു ഉറക്കത്തെക്കുറിച്ച് 7 മണിക്കൂർ, ഇനി കൂടി വന്നാൽ 8 മണിക്കൂർ ഉറക്കത്തെക്കുറിച്ച് തന്നെ സങ്കല്പിക്കുക, അത് വേണം. പക്ഷെ ഉറങ്ങേണ്ട സമയത്താണോ ഉറങ്ങുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ എക്സെപ്ഷനായ കേസുകളുണ്ടാവും. ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രാത്രി നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുന്ന കേസ് ഉണ്ടാവും. അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. സാധാരണഗതിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാത്തൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അശ്രദ്ധനായി തുടരും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. കാരണം അയാളുടെ ജീവിതത്തെ അയാൾക്ക് ചിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ രാത്രി സമയം, നിങ്ങളുടെ ഉറക്കം എന്തിനാണോ അള്ളാഹു വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു, നിങ്ങൾക്ക് അശ്രദ്ധ വരുന്നു, നിങ്ങൾ അതിൻ്റെ മുൻഗണനയിൽ മാറിപ്പോകുന്നു. അതിനുശേഷം അത് വിശദീകരിക്കുന്നുണ്ട്. 3 തരം ഉറക്കത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് പ്രവാസികൾക്ക് കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ പരിചിതമായൊരു പദമായിരിക്കും. ഒരു ഉച്ചമയക്കത്തെക്കുറിച്ച് സുന്നത്തായ ഒരു ഉറക്കമായിട്ട് സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് രാത്രി കുറച്ചെങ്കിലും നിന്ന് നമസ്കരിക്കുന്നവർക്കാണ് അത് പകല് അതിനെ പൂരിപ്പിക്കാനുള്ള ഉറക്കമാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാരണമായി അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു ഉറക്കം, അത് ഹൈലൂലത്ത് എന്ന പദത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹൈലൂലത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹിന് എഴുന്നേറ്റിട്ടും വീണ്ടും കിടന്നുറങ്ങുന്ന ആൾ, അവൻ്റെ ജീവിതത്തിൽ, ഇത് ഹലാലും ഹറാമിൻ്റെ പ്രശ്നമല്ല, അയാൾ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കില്ല. അയാളുടെ ജീവിതത്തിൽ അവൻ്റെ ആത്മീയ കാര്യങ്ങൾ, ശാരീരികമായ മുൻഗണനകൾ, അവൻ്റെ പഠന പ്രവൃത്തികളും പാരായണ പ്രവൃത്തികളും ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസും ഒക്കെ വളരെ സജീവമായി ഉണരേണ്ടുന്ന അയാളുടെ പ്രഭാതവേള നിങ്ങൾ ആലോചിച്ച് നോക്കി. 24 മണിക്കൂറിനും അറബി ഭാഷയിൽ 24 പേരുണ്ട്. രാത്രിയുടെ 9ാമത്തെ മണിക്കൂറാണ് സഹർ, രാത്രിയുടെ 10ാമത്തെ മണിക്കൂറാണ് ഫജ്ർ, രാത്രിയുടെ 11ാമത്തെ മണിക്കൂറാണ് സുബ്ഹ്, 12ാമത്തെ മണിക്കൂറാണ് സ്വബാഹ്. അപ്പോൾ ഈ 4 മണിക്കൂർ, അത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ അത് 3/4 മണിക്കൂറും 1 മണിക്കൂർ 10 മിനിറ്റൊക്കെ ആയിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാലങ്ങളിൽ വ്യത്യാസപ്പെടും. പക്ഷേ ഈ സമയം നിങ്ങളുടെ ഖുർആൻ പഠനം, പാരായണം, നിങ്ങളുടെ പുതിയൊരു വായന, നിങ്ങളുടെ ശാരീരികമായ എക്സസൈസുകൾ, നിങ്ങളുടെ ഒരു പുതിയ ദിവസത്തോട് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുന്ന നിങ്ങളുടെ ഒരു ആഭിമുഖ്യം, ഒരു ഓറിയന്റേഷൻ. ഇമാം ഗസാലി പറയുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹാ, ബുക്കൂറുകളിൽ, ബുക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു പകലിൻ്റെ 2ാമത്തെ മണിക്കൂറാണ്. 1ാമത്തെ മണിക്കൂർ ഷുറൂക്കാണ്, നമ്മൾ ഉദയം എന്നൊക്കെ പള്ളികളിൽ എഴുതി വെക്കുമല്ലോ, ഉദയം. 2ാമത്തെ മണിക്കൂറാണ് ബുക്കൂർ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹാ, ബുക്കൂറിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ.
പ്രവാസികളായതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓഫീസ് ടൈമൊക്കെ ആ നിലക്ക് തന്നെ തുടങ്ങുന്നവരായിരിക്കും. പക്ഷെ ആ ഒരു ഉറക്കത്തെക്കുറിച്ച് പോലും ആ സമയത്ത് ഉറക്കം നിങ്ങൾക്ക് എന്തിന് തടസ്സമാകുന്നു എന്ന് വിശദീകരിച്ചിട്ട് മൂന്നാമത്തെ ഒരു ഉറക്കത്തെക്കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഐലൂലത്ത് എന്ന് പറയുന്നു. ഐലൂലത്ത് എന്താണ്? ഐലൂലത്ത് ആ വാക്കിൽ തന്നെയുണ്ട്. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ രോഗം, അസുഖം എന്നാണ്. നിങ്ങൾക്കൊരു അസുഖമാണ്. എന്താണ് ആ അസുഖം? നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഉറങ്ങുന്നു. അതാണ് ഐലൂലത്ത്. ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാത്ത മനുഷ്യർ, രാത്രിയിൽ ചിട്ടയോടുകൂടി ഉറങ്ങാത്തവർ, അവർക്ക് ഏതെങ്കിലും ഒഴിവ് സമയം കിട്ടിയാൽ അന്നെങ്കിൽ ഇന്ന് ഉറങ്ങാം, ഇപ്പോൾ ഉറങ്ങാം. പുതുതായി ഒന്ന് വായിക്കാനോ പഠിക്കാനോ ആലോചിക്കാനോ ചിന്തിക്കാനോ മനുഷ്യരിലേക്ക് ഇറങ്ങി പുറപ്പെടാനോ ഒന്നും പറ്റാത്ത മനുഷ്യർ ഉറങ്ങി തീർക്കുന്നു എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അതിനെ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തേത് വിനോദമാണ്. വിനോദത്തിന് പുതിയ കാലത്ത് നിർവചനങ്ങൾ അസാധ്യമായൊരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിനോദത്തെ തേടിപ്പോയില്ലെങ്കിലും വിനോദം നമ്മളിലേക്ക് മെസ്സേജുകളായും റീൽസുകളായും അതല്ലെങ്കിൽ വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടൊക്കെ ഇത് വിനോദമാണോ അതല്ല വിവരമാണോ വിജ്ഞാനമാണോ എന്ന് വിശദീകരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അകപ്പെട്ടിട്ടുള്ളൊരു ചുഴിയുണ്ട്. ഈ ചുഴിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം, കമ്മ്യൂണിക്കേഷൻ്റെ അനന്തമായ സാധ്യതകളൊക്കെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുതല്ലാത്ത രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ, നമ്മുടെ സ്ക്രീൻ ടൈമുകൾ നമ്മളുടെ അശ്രദ്ധക്ക് കാരണമായിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമസ്കരിക്കാനും അതല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാനും, നമുക്ക് കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യാനും, നമുക്ക് പഠന പ്രവൃത്തികളിൽ ഏർപ്പെടാനും, ഒരു ആലിം എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു ഇൽമ നേടുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലൊക്കെയുള്ള നമ്മളുടെ ഒരു പ്രകൃതത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നിസ്സംശയം നിങ്ങൾക്ക് പറയാൻ പറ്റും, ഭക്ഷണത്തിലുള്ള അശ്രദ്ധ, ഉറക്കത്തിലുള്ള അശ്രദ്ധ, വിനോദത്തിൻ്റെ കാര്യത്തിലുള്ള അശ്രദ്ധ. വിനോദം എന്നുള്ളത് പുതിയ കാലത്ത് ഗാഡ്ജറ്റുകളും ഡിവൈസുകളൊക്കെ ആയതുകൊണ്ട് മാത്രം ഞാൻ അത് മൊബൈലിൽ ഒതുക്കി പറഞ്ഞതാണ്. അതല്ലാതെ കായികാഭ്യാസം അതല്ലെങ്കിൽ പോയി നമ്മൾ കളിക്കുകയും വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതൊക്കെ പുതിയ കാലത്ത് എക്സ്ട്രാ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ അള്ളാഹുവിങ്കൽ പ്രിയങ്കരനാകുന്നത്, തൊട്ടടുത്ത മറ്റൊരു മനുഷ്യനിൽ നിന്ന് അയാൾ വ്യത്യസ്തനാകുന്നത്, ഒരു കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ ഉയർന്നു നിൽക്കുന്നത്, പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുതി വെച്ചുകൊള്ളൂ, അയാളുടെ ഉറക്കത്തെ ക്രമീകരിക്കുന്നതിനും അയാളുടെ വിനോദത്തെ ക്രമീകരിക്കുന്നതിനും അയാളുടെ ഭക്ഷണത്തെ ക്രമീകരിക്കുന്നതിനും അനുസരിച്ചാണ്. കാരണം ആ ഭക്ഷണവും ഉറക്കവും വിനോദവും അതിനുള്ള ക്രമീകരണമാണ് തീർച്ചയായും അയാളുടെ നമസ്കാരത്തിൽ പോലും, അള്ളാഹുവിനോടൊപ്പമുള്ള അയാളുടെ ഏകാന്തതയിൽ പോലും, ഖുർആൻ പഠനത്തിലുള്ള അയാളുടെ ആവേശത്തിൽ പോലും ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് എൻ്റെ ഉറക്കത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏത്, എൻ്റെ ഉറക്കത്തിൻ്റെ എൻഡിങ് പോയിന്റ് ഏത്, എൻ്റെ ഭക്ഷണം ഞാൻ എവിടെ തുടങ്ങുന്നു, എൻ്റെ ഭക്ഷണം ഞാൻ ഒരാഴ്ചയിൽ നല്ല ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്, ആ ഭക്ഷണത്തിൽ തന്നെ കഴിക്കേണ്ടുന്ന അളവെന്ത് നമുക്കറിയോ? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുൽ ബി യമീനിക് വ കുൽ മിമ്മ യലീക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയും, ഭക്ഷണം കഴിക്കാൻ ബിസ്മി അല്ലു, നിന്റെ തൊട്ടടുത്തുള്ളത് കഴിക്കൂ, നീ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കൂ, ഇതൊക്കെ പറയും. ഇത് സുന്നത്താണെന്ന് പറയും. ഇത് പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച്, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ അളവിനെക്കുറിച്ചും പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ പറയുന്ന അളവ് നമുക്ക് സുന്നത്തല്ലാതിരിക്കുകയും അതിനു മുമ്പ് ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ സുന്നത്തായി തീരുകയും ചെയ്യുന്നത് ഭക്ഷണ കാര്യത്തിൽ. പുതിയ കാലത്ത് ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്, ഉറക്കം കൂടുതലായോണ്ടുള്ള പ്രശ്നമാണ്. ഈ ഉറക്കവും ഭക്ഷണവും ജുഡുവാബായിയാണെന്നാണ്, അത് ഒരു ടിൻ ബ്രദേഴ്സ് ആണെന്നാണ്, ഇത് പരസ്പരം ഒട്ടി നിൽക്കുന്ന കാര്യമാണെന്നാണ്. സുഭിക്ഷത കൊണ്ട് മാത്രമാണ് നാഗരികതകളും സമൂഹങ്ങളും മനുഷ്യന്മാരും മടിയന്മാരായിട്ടുള്ളത് എന്നാണ് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നത്. പട്ടിണി കിടന്നതുകൊണ്ട്, ദാരിദ്ര്യം വന്നതുകൊണ്ട്, ഒരു നേരം ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഒരു സമൂഹത്തിൻ്റെയും ബുദ്ധിശക്തി ഇല്ലാതായി പോയിട്ടില്ല. മറിച്ച് എല്ലാം ഉണ്ടായതുകൊണ്ടാണ്
ഒരു സമൂഹം പിന്നോട്ട് പോകാൻ കാരണം അതല്ലെങ്കിൽ സാധ്യത എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ നമ്മുടെ ഏത് പ്രൊഫഷണലായാലും വഹും യസ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ചെയ്യുന്നത് വളരെ ഉഷാറായി ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഉറക്കം ശരിയാകില്ല, ഉറക്കം നമ്മളുടെ കൺട്രോളിലല്ല, അതല്ലെങ്കിൽ ഇന്നലെ കഴിച്ച ഭക്ഷണം നമ്മളുടെ കൺട്രോളിലായിരുന്നില്ല എന്നുള്ളത് നമ്മളുടെ ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ആത്മീയ പുരോഗതി മാത്രമല്ല ജീവിതം, തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ബാക്ക് പവർ ഹൗസായി നിൽക്കേണ്ടുന്ന, ഇന്ധനമായി നിൽക്കേണ്ടുന്ന അവൻ്റെ വിവരം, അവൻ്റെ സാമൂഹിക ഇടപെടലുകൾക്ക് ആധാരമായിട്ടുള്ള അവൻ്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇതിനെയൊക്കെയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, നഷ്ടകരമായി പണിയെടുക്കുക എന്നുള്ളത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതെല്ലാ സാധാ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള നിലക്ക് വരരുത്. പക്ഷെ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, നമ്മളൊക്കെ വളരെ ഉഷാറായി പോകുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിലും നമ്മൾ അകപ്പെടരുത്. നമുക്ക് ഉഷാറാകാൻ ഇനിയും നമ്മളെന്നുള്ള ഈ വ്യക്തിക്ക് തന്നെ ഉഷാറാകാനും അഭിവൃദ്ധിപ്പെടാനും സമയവും ഉറക്കവും ഭക്ഷണവും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസ്ഥ നമ്മളിൽ തന്നെയുണ്ട്. ആ നമ്മളെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ നമുക്ക് പുറത്ത് തരുമാറാകട്ടെ. നമ്മുടെ കഴിവുകൾ അല്ലാഹു ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇസ്ലാമിക ലോകത്തിനും ലോക സമൂഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഭാവിയും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.